ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ലോകമെമ്പാടും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 500 വർഷം വരെയാണ് ഈ പ്ലാസ്റ്റിക് ദ്രവിക്കാതിരിക്കുന്നത്. എന്നാൽ ഇനി പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾക്ക് വിരാമമാകുന്നു. ഉപ്പുവെള്ളത്തിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ. ഉപ്പുമായി സമ്പർക്കം പുലർത്തുന്ന ഈ പുതിയ പ്ലാസ്റ്റിക് അതിന്റെ യഥാർത്ഥ ഘടകങ്ങളായി വിഘടിക്കും. ഈ ഘടകങ്ങളെ പിന്നീട് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ പ്രോസസ് ചെയ്യുകയും മൈക്രോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക് കണികകൾ ഇതിൽ അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. റിക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെയും ടോക്കിയോ സർവകലാശാലയിലെയും ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഈ പ്ലാസ്റ്റിക്കിന് പെട്രോളിയം ബേസ്ഡ് പ്ലാസ്റ്റിക്കിന്റെ ശക്തിയുണ്ടെന്നാണ് വിവരം. വാക്കോ സിറ്റിയിലെ ഒരു ലാബിൽ പുതിയ ഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഗവേഷകർ പ്രദർശിപ്പിച്ചതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപ്പുവെള്ളത്തിൽ ഈ പ്ലാസ്റ്റിക് 1 മണിക്കൂറിനുള്ളിൽ എങ്ങനെ ലയിച്ചു ചേരുന്നുവെന്ന് പ്രദർശനത്തിൽ കാണിക്കുകയും ചെയ്തു. മണ്ണിലും ഉപ്പിന്റെ അംശമുള്ളതിനാൽ അവിടെയും ഈ പ്ലാസ്റ്റിക് ലയിച്ചു ചേരും. പക്ഷേ 200 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പുതിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഷരഹിതമാണെന്നും തീയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണെന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ലെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇപ്പോൾ ഉപയോഗിക്കാനാവില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. അതേസമയം ഇത് കോട്ടിംഗ് ആയി ഉപയോഗിക്കാൻ വേണ്ട പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. 2040 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക് മലിനീകരണം 3 ഇരട്ടിയാകുമെന്നും സമുദ്രത്തിൽ മാത്രം പ്രതിവർഷം 23 മുതൽ 34 ലക്ഷം മെട്രിക് ടൺ മാലിന്യം വരെ ചേരുമെന്നുമാണ് UN കണക്കുകൾ.